വളരെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് KG സുബ്രഹ്മണ്യം പനി പിടിച്ച് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഗാന്ധി ഉപവാസം നിർത്തിയോ എന്ന്. ഈ ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു രാജ്യത്ത് ജീവിച്ച ഒരു പ്രത്യേകിച്ച് ഇന്ത്യയുടെ സംസ്കാരം മനസ്സിലാക്കി ജീവിച്ച ചില കലാകാരന്മാരുടെ ചരിത്രം ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു ഗാന്ധിയോടുള്ള ഒരു സ്നേഹം, ബഹുമാനം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വലിയ ഒരു അനുഗ്രഹം പോലെ നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്ന ഗാന്ധി എന്ന വലിയൊരു മെറ്റഫർ. കാരണം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പല വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഗാന്ധിയെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന കലാ പ്രവർത്തനങ്ങൾ ചെയ്ത വലിയ കലാകാരന്മാരുടെ ഹിസ്റ്ററി ഞാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നന്ദലാൽ ബോസ് മുതൽ ഇപ്പോൾ അതുൽ ദൂഡിയ വരെ ചെയ്തിട്ടുള്ള, ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്ന് ചെയ്ത ഇപ്പോൾ ടോം വട്ടക്കുഴി പോലുള്ള കലാകാരന്മാരുടെ വർക്കുകളിലൊക്കെ ഈ ഗാന്ധി വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാച്ചു കളയാൻ പറ്റാത്ത വലിയൊരു സാന്നിധ്യമാണ്. ആ ഒരു ആർട്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് കൂടെ ഞാൻ ഈ ഷോയിനെ മറ്റു പല രീതികളിൽ നോക്കി കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ആർട്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഈ ഷോയെ നോക്കി കാണുമ്പോൾ ഈ ദർബാർ ഹാളിൽ ഈ നടക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കൈവൽ എക്സിബിഷൻ, പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുമിച്ച് യാത്ര ചെയ്ത് അതിൻ്റെ ഒരു ട്രെയിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിലാണത്. കാരണം ഗാന്ധിയുടെ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്ത് രാജ്യം അനുഭവിക്കേണ്ടി വന്ന വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമിനെ ഇംപ്രിൻ്റ് ചെയ്ത ഒരു വലിയൊരു മെമ്മറി ഗാന്ധിയുടെ അവസാനകാല ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. അത് ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു നിമിഷം വരെ. അപ്പോൾ ഈ എക്സിബിഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാലറി എന്നുള്ള രീതിയിൽ ദർബാർ ഹാളിൽ ഈ ഷോ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ക്യൂറേറ്റർ എന്നുള്ള രീതിയിലും എനിക്ക് തോന്നിയ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഈ ഷോ ക്യാരി ചെയ്യുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഈ ഷോ ക്യാരി ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ പോസിബിലിറ്റി, ഈ ഷോ ഒരു ഡിസെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഷോ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ ഒരു മ്യൂസിയം പ്രോസ്പെക്റ്റുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു ക്രൊണോളജിക്കൽ ആർക്കൈവ് ഫോളോ ചെയ്യുന്ന ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ ഈ പ്രദർശനം ഇന്ത്യയിൽ മറ്റു അക്കാഡമികളുടെ സ്പേസുകളിലേക്ക് കൂടി ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇത്തരം പദ്ധതികൾക്ക് ഒരു സോഷ്യൽ സ്പേസിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു വളരെ സോഷ്യോ കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ഷൻ്റെ ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആയ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻ്റെ ഒരു ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആയ ഒരു സ്ഥലത്ത് നിന്ന് ക്യൂറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ ഒരു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഒരു സ്വഭാവം ഈ ഷോ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഒരു സൈറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഇന്ത്യയൊട്ടുക്കും ഈ ഷോ ട്രാവൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.